ഹായ്, ചക്രു സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ മുരുകക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ മുകളിലേക്കുള്ള 365 പടികൾ ഒരു വർഷത്തിലെ ഓരോ ദിവസങ്ങളെ സൂചിപ്പിക്കും. മുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ, അതായത് 6 പടൈ വീടുകളിൽ അഞ്ചാമത്തേതാണ് ഇത്. നിങ്ങൾക്കറിയാം, ഇവയൊക്കെയാണ് 6 പടൈ വീടുകൾ. മുരുക കൃപയാൽ ഈ 6 ക്ഷേത്രങ്ങളിലും പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ചെന്നൈയിൽ നിന്ന് 87 കിലോമീറ്റർ അകലെയാണ് തിരുത്തണി ക്ഷേത്രം. ഏകദേശം ആന്ധ്രയ്ക്ക് അടുത്താണ്. ചെന്നൈയിൽ നിന്ന് ധാരാളം ട്രെയിൻ, സബർബൻ ട്രെയിൻ അടക്കം ലഭ്യമാണ്. കേരളത്തിൽ നിന്ന് വരുന്നവർ അറക്കോണം സ്റ്റേഷനിൽ ഇറങ്ങിയാലും അവിടെ നിന്ന് ധാരാളം ട്രെയിനുകളും ബസ്സുകളും ഉണ്ട്. തിരുത്തണിയിൽ ബസ് ഇറങ്ങി ഓട്ടോയിലോ സിറ്റി ബസ്സിലോ ക്ഷേത്രത്തിൽ പോകാം. തിരുച്ചെന്തൂരിൽ വെച്ച് അസുരനായ താരകാസുരനെ വധിച്ച ശേഷം കോപം ശമിപ്പിക്കാൻ ഇവിടെ വന്നതിനാൽ ഇവിടെ സൂര്യസംഹാരം നടത്തുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പുരാതന കാലത്താണ്. സംഘകാല കൃതിയായ നക്കീരൻ രചിച്ച തിരുമുരുക തൃപ്പടിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വിജയനഗര ഭരണാധികാരികളും ജമീന്ദാർമാരും ഇതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് ഇന്ദ്രൻ തൻ്റെ മകൾ ദേവനന്ദയെ മുരുകന് വിവാഹം കഴിച്ചു കൊടുക്കും. ഒപ്പം സമ്മാനമായി ഐരാവതത്തിനെയും നൽകും. ഇന്ദ്രന്റെ സമ്പത്ത് നാളുകൾ കഴിഞ്ഞ് ക്ഷയിച്ചു തുടങ്ങുമ്പോൾ സുബ്രഹ്മണ്യ ഭഗവാൻ ഐരാവതത്തിനെ തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കൊടുത്ത സമ്മാനം തിരികെ വാങ്ങാൻ വിസമ്മതനായി നിൽക്കുന്ന ഇന്ദ്രദേവനെ ഐരാവതത്തിനെ കൊടുത്തിട്ട് വെള്ളയാനയുടെ ഒരു പ്രതിമ തൻ്റെ നേരെ നോക്കി നിൽക്കുന്നതായി പ്രതിഷ്ഠിക്കും. ഇവിടെ മുരുക ഭഗവാന് വീരമൂർത്തി, ആചാര്യമൂർത്തി, ജ്ഞാനമൂർത്തി എന്നീ പേരുകളിലും അറിയപ്പെടും. ഞങ്ങൾ ഇവിടെ എത്തിയ ദിവസം, അതായത് തിരുത്തണിയിൽ എത്തിയ ദിവസം, ഒരുപാട് ധാരാളം കല്യാണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തമിഴിലെ സംഗീത സംവിധായകനായ ഇളയരാജയുടെ മകൻ കാർത്തിക് രാജയും കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. പുരാതന മഹത്വത്തിനു പുറമെ ദേവന്മാർ ആരാധിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമായി ദീർഘകാല തപസ്സുകൾ അനുഷ്ഠിക്കുന്ന സന്യാസിമാരുടെ പ്രിയപ്പെട്ട വാസസ്ഥലമായി ഈ കുന്നിനെ വിശുദ്ധ അരുണഗിരിനാഥർ പ്രശംസിച്ചിട്ടുണ്ട്.
അദ്ദേഹം, അതായത് അരുണഗിരിനാഥർ, ഈ കുന്നിനെ ശിവലോകമായും ലോകത്തിൻ്റെ ആത്മാവായും താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർക്ക് തിരുത്തണിയിൽ ഒരു പ്രചോദനം ലഭിച്ചു. മുരുകൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ പടികളിൽ കണ്ടുമുട്ടുകയും ഈ ക്ഷേത്രത്തിലെ പ്രസാദം കൊണ്ട് നാവിൽ മധുരം കലർത്തുകയും ചെയ്തപ്പോഴാണ് അത് അദ്ദേഹത്തെ തൻ്റെ ആദ്യ കൃതിയായ ശ്രീ നാദാദി ഗുരുഗോഹോ ജയതി ജയതി എന്ന പാട്ട് തനിക്കൈയിലെ മുരുകൻ രചിക്കാനും ആലപിക്കാനും പ്രേരിപ്പിച്ചു. ശരിക്കും തിരുത്തണിയിലും 2-3 പ്രാവശ്യം പോകാൻ തയ്യാറെടുത്തു. പക്ഷെ സമയമായിരുന്നില്ല. നിങ്ങളും ഒരു മുരുക ഭക്തനാണെങ്കിൽ തീർച്ചയായും പോകേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ മുരുകനുക്ക് ഹരോഹര.